ഹലോ ഫ്രണ്ട്സ്, ജേനസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്നൊരു ക്യാരറ്റ് വെച്ചിട്ട് ഒരു ഹൽവ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സാധാരണ ഉണ്ടാക്കുന്ന ഒതന്റിക് ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവയിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു ഹൽവ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഞാനിവിടെ ക്യാരറ്റ് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഏലക്കായ വേണം, കാഷ്യൂനട്ട് വേണം, മുന്തിരിങ്ങ വേണം, ക്യാരറ്റ് വേണം, പഞ്ചസാര, പാല്, നെയ്യ്, കുറച്ച് 1 സ്പൂൺ വരെ മൈദപ്പൊടി വേണം. ഇത്രയും സാധനങ്ങളാണ് ഈ ക്യാരറ്റ് ഹൽവക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒന്നിക്ക് നിങ്ങൾക്ക് ഇത് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിന്റെ ചെറിയ ജാറിൽ വിപ്പ് ചെയ്ത് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ഞാൻ ആദ്യം ഒന്ന് ഇത് കട്ട് ചെയ്ത് എടുക്കാം. ഇതാ ഞാനിവിടെ ക്യാരറ്റിന്റെ കഷ്ണങ്ങൾ ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ചുരണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ചോപ്പർ വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്ത കഷ്ണങ്ങളെ ഈ മിക്സിന്റെ ചെറിയ ജാറിൽ ഇട്ടിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കും. ക്രഷ് ചെയ്യുമ്പോൾ നല്ല പൊടി പോലെയുള്ള ഇതായിട്ട് കിട്ടും. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് എല്ലാം അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്ത് എടുത്തിട്ട് നമുക്ക് കാണാം. ഇത് ഞാനിവിടെ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചതെല്ലാം ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പൊടിയായിട്ട് കിട്ടും കേട്ടോ. മിക്സിയിലിട്ടിട്ട് ഇതാക്കിയാൽ വിപ്പ് ചെയ്ത് എടുത്താൽ മതി, ക്രഷ് ചെയ്ത് എടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ഇല്ലേ, ഇങ്ങനെ നമ്മൾ ബീട്രൂട്ട് അച്ചാറിലാക്കുമ്പം ബീട്രൂട്ട് ഇങ്ങനെ ചുരണ്ടിയിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗ്രേറ്റർ, അതാണെങ്കിൽ അത് യൂസ് ചെയ്തിട്ടും നമുക്ക് ക്യാരറ്റ് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പാത്രം ചൂടാകുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രത്തിലാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മൂത്ത് വരുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മൂത്ത് വരുന്നുണ്ട്, അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇനി വഴറ്റി കൊടുക്കുക. ക്യാരറ്റ് നന്നായിട്ട് ആ നെയ്യിൽ ഇത് വഴറ്റി കൊടുക്കണം കേട്ടോ. ക്യാരറ്റിൻ്റെ പച്ചമണം മാറിയിട്ടാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇത് ശരിക്കും ഒതന്റിക് വേ അല്ല, ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ക്യാരറ്റ് ഹൽവ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നെയ്യിൻ്റെ ടേസ്റ്റെല്ലാം ഇഷ്ടമാണെങ്കിൽ നല്ലോണം ചേർത്ത് കൊടുത്തോ. ഞാനിപ്പം എടുത്ത ക്യാരറ്റിന് കണക്കായിട്ടുള്ള നെയ്യാണ് ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ നെയ്യിൻ്റെ അകത്ത് ക്യാരറ്റ് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, ഒരു നല്ലൊരു മണമാണ് കേട്ടോ. നന്നായിട്ട് മൂത്ത് വരട്ടെ. എന്നിട്ടാണ് നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് നെയ്യിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ കാച്ചിയ പാലൊന്നുമല്ല കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, കാച്ചാത്ത പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. അത് നോക്കിയിട്ട് ഒഴിക്കും എത്ര ക്വാണ്ടിറ്റി ക്യാരറ്റ് ഉള്ളതെന്ന് വെച്ചാൽ അതിന് കണക്കായിട്ടുള്ള പാൽ ഒഴിച്ചിട്ട് ഈ പാലിൽ കിടന്നിനി ക്യാരറ്റ് നന്നായിട്ട് വേവണം. വെന്ത് വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ച 1 സ്പൂണ് മൈദപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരയും ഇട്ട് ഏലക്കായ പൊടിയൊക്കെ ഇട്ട് അത് ഒഴിച്ചു കൊടുത്ത് നല്ലോണം വരട്ടിയെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് വറ്റി വരട്ടെ കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 2 ഗ്ലാസോളം പാൽ ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ഞാൻ എടുത്ത ഒരു ക്യാരറ്റിൻ്റെ ഒരു മീഡിയം 3 ക്യാരറ്റല്ലേ ഞാൻ എടുത്തത്. ആ ഒരു ക്യാരറ്റിന് ഒരു 2 ഗ്ലാസ് പാൽ എന്തായാലും വേണം. 1 സ്പൂണ് മൈദപ്പൊടിയും വേണം. മൈദപ്പൊടി നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് ഒഴിക്കുക. അത് ഡയറക്റ്റ് ഒഴിച്ചില്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും കേട്ടോ.
നമ്മൾ പാലൊഴിച്ചിട്ട് നന്നായിട്ട് ക്യാരറ്റും പാലും തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച ഏലക്കായ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഇത് പതച്ച് മറിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ സിമ്മിലിട്ടിട്ട് നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് എടി പോകാറ് കേട്ടോ. നോൺ സ്റ്റിക്ക് പാത്രം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇത് നമുക്ക് അടിക്ക് പിടിക്കുന്നുള്ള ടെൻഷൻ ഇല്ലല്ലോ. മറ്റേ സാധാരണ ഇതാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. അതുകൊണ്ട് ഞാനെപ്പോഴും നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ആക്കൽ കേട്ടോ. ക്യാരറ്റ് നന്നായിട്ട് വെന്തതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ കല്ലിച്ച് പോയ പോലെ ഉണ്ടാവും. പാല് ഏകദേശം ഒരു പകുതി ഭാഗം വറ്റിയതിന് ശേഷം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കും. അപ്പോഴേക്ക് ക്യാരറ്റ് ആ പാലിൽ കിടന്ന് വെന്തോളൂ കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കുറുകട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. പിന്നെ നമ്മളെ ക്യാരറ്റും പാലും നന്നായിട്ട് നെയ്യിൽ ഇങ്ങനെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഏകദേശം വെന്തിട്ടുണ്ട്. കാരണം ക്രഷ് ചെയ്തെടുത്തതല്ലേ, നന്നായിട്ട് ഫൈനായിട്ട് ക്രഷ് ചെയ്തതല്ലേ, അതുകൊണ്ട് വേഗം വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരോളം മധുരത്തിനും അതിൻ്റെ അകത്ത് എങ്ങനെ മധുരം ഉള്ളതെന്ന് നോക്കിയിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ്, ഒരു നുള്ള് മതി കേട്ടോ. അകത്ത് ഉപ്പിട്ടാൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. കുറച്ച് ടൈം എടുക്കും കേട്ടോ. അതിനുശേഷം നമുക്കിനി മൈദപ്പൊടി വെള്ളത്തിൽ കലക്കി വെച്ചതും കൂടി ചേർത്തെടുക്കും. ഒരു സ്പൂൺ മൈദപ്പൊടി സാധാരണ നോർമൽ വാട്ടറിൽ കലക്കി വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൈദപ്പൊടി വെള്ളത്തിൽ നന്നായിട്ട് കലക്കി കുറച്ച് ലൂസിൽ കട്ടയില്ലാണ്ട് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ തീ സിമ്മിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മൈദപ്പൊടി കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി കൈ വിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കട്ട കെട്ടിപ്പോകും കേട്ടോ. നന്നായിട്ട് എല്ലായിടെയും ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് ടൈം എടുക്കും. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വറ്റി വന്നതിന് ശേഷം കാണാം കേട്ടോ. കണ്ട നമ്മളെ ക്യാരറ്റ് ഹൽവ ഈ ഒരു ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇതിനെക്കാട്ടി നല്ലോണം വെള്ളം വറ്റി വരണം കേട്ടോ. കുറച്ച് ടൈം എടുക്കും. തീ സിമ്മിലിട്ടിട്ട് കണ്ട നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് എവിടെയും അടിക്കൊന്നും പിടിക്കുന്നില്ല. എന്നാലും കൈ വിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഫുൾ വറ്റി വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മളെ ക്യാരറ്റ് ഹൽവ ഇതാ വറ്റി ഈ ഒരു ഫോമിൽ എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം വലിഞ്ഞും വറ്റാനുണ്ട് കേട്ടോ. നന്നായിട്ട് വറ്റണം. ടൈം എടുക്കുന്നതാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാ നമ്മൾ ഹൽവ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. കണ്ട ഇങ്ങനെ മുറിഞ്ഞ് വരണം. എത്രയും വെള്ളം വറ്റിക്കാൻ പറ്റുമോ അത്രയും വെള്ളം വറ്റിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഏടിയും പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് കണ്ട ഈ ഒരു ഫോമിൽ എത്തണം. നമുക്കിതിന് ഏത് ഇഷ്ടമുള്ള ഷേപ്പുള്ള പാത്രത്തിലേക്ക് നെയ്യ് തടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തണിഞ്ഞതിന് ശേഷം വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പറ്റി കിട്ടും. നല്ലോണം വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് വെള്ളം വറ്റുന്നതിന് കണക്കായിട്ട് നന്നായിട്ട് വരും. കട്ട് ചെയ്ത് എടുക്കാൻ ഈസി ആയിരിക്കും, ടേസ്റ്റും കൂടും. അല്ലാണ്ട് നമുക്കിപ്പോൾ അത്രയ്ക്ക് വെള്ളം വറ്റിക്കുന്നില്ലെങ്കിൽ നമുക്കിപ്പം സ്പൂണിൽ സ്കൂപ്പ് ചെയ്തിട്ടും എടുക്കാം കേട്ടോ. മറ്റേ പഴം ഹൽവ പറഞ്ഞതുപോലെ തന്നെ ഇതും അങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ നെയ്യ് തടിയ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമല്ലോ കേട്ടോ. ഇത് നമുക്കിതിന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്തിട്ട് ഷേപ്പാക്കി കൊടുക്കാം. ഇതിന് തണിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്നവർക്ക് സ്കൂപ്പ് ചെയ്ത് കഴിക്കാം. കട്ട് ചെയ്തിട്ട് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ ആക്കിയിട്ടും കഴിക്കാം. പക്ഷെ തണിയണം, തണിയാണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും. നല്ലോണം തണിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഈ പാത്രത്തിലല്ലേ നമ്മൾ സെറ്റ് ചെയ്തത്, അതൊന്ന് ഇതിലേക്ക് ഡിമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട കറക്റ്റായിട്ട്. ഇതിനി നമുക്ക് കട്ട് ചെയ്തിട്ട് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് വേണ്ടിക്കിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അല്ലാണ്ട് വേണ്ടിക്കിൽ
ഇങ്ങനെ നമുക്ക് സ്കൂപ്പ് ചെയ്തിട്ടും യൂസ് ചെയ്യാം. ഇതാ ഞാനിവിടെ ക്യാരറ്റ് ഹൽവ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട, ഒന്നും കൈക്കൊന്നും പറ്റൂല കേട്ടോ. ഞാൻ ഒരു ഇളം ചൂട് തന്നെയാണ്, പെട്ടെന്ന് കാണിക്കേണ്ടതുകൊണ്ട് ഒരു ഇളം ചൂട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തത്. നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക കേട്ടോ. ഇത് കണ്ട, ഓരോരോ പീസായിട്ട് കണ്ട, നല്ല സോഫ്റ്റ് ആൻഡ് യമ്മി, കൈക്കൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ ഈ ഹൽവ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും വീട്ടിലൊന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കെല്ലാം കൊടുത്തു നോക്കുക കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് ദിവസം കാണാം. ഓക്കെ, ബൈ.